ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാംഗോ മൗസുമായിട്ടാണ്. 2 ഇൻഗ്രീഡിയൻസേ ഇതിനാവശ്യമുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. വിപ്പിംഗ് ക്രീമും മാങ്ങയും ഉണ്ടെങ്കിൽ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്. ചെറിയ മാംഗോ ആയതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയതാണെങ്കിൽ 2 മാംഗോൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതുപോലെ കട്ടാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. തൊലി പെട്ടെന്ന് അടർത്തി കിട്ടും. പിന്നെ ഫുള്ള് ഒരു മാങ്ങ എടുത്തിട്ട് തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ മാങ്ങ ഉടഞ്ഞു പോകും. നന്നായി അടർത്തിയെടുക്കാൻ പറ്റില്ല. എല്ലാം കട്ടാക്കി എടുക്കണം. നാല് മാങ്ങയും കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം മാറ്റി കൊടുക്കണം. ഒരു ജാറിലിട്ട് ഈ മാംഗോ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. 4 ആൾക്ക് സെർവ് ചെയ്യാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം വേണം. 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. തിക്കാകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കരുത്. ഒരു ലൂസ് വേണം. മാംഗോ മൂസിന് ലൂസ് വിപ്പിംഗ് ക്രീമാണ് ആവശ്യം. ഇത്രയും മതി. വിപ്പിംഗ് ക്രീമിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം മാറ്റി വയ്ക്കണം. മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നേരത്തെ മാംഗോ മാറ്റി വെച്ചില്ലേ, അതുപോലെ. പേസ്റ്റാക്കി എടുത്ത 4 മാങ്ങയും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി കുറേശ്ശെയായി ഇട്ട് കൊടുത്തിട്ട് ഒന്നിച്ച് മിക്സാക്കി എടുക്കണം. എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് 2 ജാറിലായാണ് സെർവ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഗ്ലാസ്സിലായി സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തണം. ഇനിയൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. രണ്ട് മണിക്കൂറോളം ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കണം. അതിനുശേഷം എടുക്കാം. നേരത്തെ മാറ്റി വെച്ച വിപ്പിംഗ് ക്രീമിൽ നിന്ന് ഓരോ ടേബിൾ സ്പൂണായി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിന് മധുരമില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്യണം. ഈ ക്രീമിന് ഷുഗർ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. മറക്കരുത്. ഇനി അതിൻ്റെ മുകളിൽ നേരത്തെ മാറ്റി വെച്ച മാങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഹണി മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ മധുരം കുറക്കണം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇതെല്ലാം കറക്റ്റ് പാകമാണ്. ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റിയാണ്.